നമസ്കാരം. നാളെ പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. 272 സീറ്റുകളിലേക്കാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്തായാലും ഭീകരവാദ ആക്രമണങ്ങളും അതിനോടൊപ്പം തന്നെ വലിയ ആക്രമണ സാധ്യതയും ഒക്കെ ഇപ്പോഴും രാജ്യത്ത് നടക്കുന്നുണ്ട്. ഈ നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിൽ പോലും പാകിസ്ഥാനിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായി എന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷയ്ക്ക് നൽകുന്ന ഒരു ഭീഷണി ചെറുതല്ല. എന്നാൽ ഇപ്പോഴിതാ പാകിസ്ഥാനിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം കണ്ണുകൾ ഉറ്റുനോക്കുന്ന പാർട്ടി ഏത് എന്നതിനെ കുറിച്ചുള്ള ചില സുപ്രധാന റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ലഷ്കർ ഇ തോയ്ബയുടെ നേതാവുമായ ഹാഫിസ് സയ്യിദ് നേതൃത്വം നൽകുന്ന പാർട്ടി നാളെ നടക്കുന്ന പാകിസ്ഥാൻ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നിരവധി നഗരങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ള പാകിസ്ഥാൻ മെർക്കസി മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ പിന്നിൽ സയ്യിദ് ആണ് എന്നാണ് ഇപ്പോൾ പാക് മാധ്യമങ്ങൾ ഒന്നടങ്കം പറയുന്നത്. ഒരു ഭീകരവാദി തന്നെയാണ് ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പിന്നിലെന്ന് ആ രാജ്യത്തുള്ള മാധ്യമങ്ങൾ തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്ന മിക്കവരും സയ്യിദിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്ത് വലയത്തിൽപ്പെട്ടവരോ ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ചരിത്രം ചികഞ്ഞ് നമ്മൾ അധികം പോകേണ്ടി വരില്ല. ഈ സയ്യിദുമായി അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭീകരവാദ ബന്ധമുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുകയും വേണം. അതേസമയം തന്നെ ഈ പാർട്ടിയുടെ വക്താവ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെയും നിഷേധിക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ ഭീകരവിരുദ്ധ കോടതി 31 വർഷത്തേക്ക് ശിക്ഷിച്ച സയ്യിദ് ഇപ്പോൾ ലാഹോറിലെ ജയിലിലാണ് കഴിയുന്നത്. 2008 ഡിസംബർ 10 മുംബൈ ഭീകരാക്രമണം അടക്കം പല ആക്രമണങ്ങളുടെയും സൂത്രധാരനായ സയ്യിദിനെ പിന്നീട് UN രാജ്യാന്തര ഭീകരനായി തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഒരു ഭീകരവാദി പിന്നിൽ നിന്ന് നയിക്കുന്ന ഒരു പാർട്ടി ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായും ആ രാജ്യത്തിന്റെ അവസ്ഥയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അത്ര കണ്ട് അധപ്പതിച്ചിരിക്കുന്നു പാകിസ്ഥാനിലെ രാഷ്ട്രീയ രംഗം എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇതിനു മുൻപൊക്കെ തെരഞ്ഞെടുപ്പുകളിലും അല്ലെങ്കിൽ അധികാരത്തിലേറുന്ന ഭരണകൂടത്തെയും ഒക്കെ പിന്നിൽ നിന്നാണ് ഭീകരവാദികൾ പിന്തുണച്ചിരുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു ഫണ്ടിങ് ഒക്കെ നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അത് കുറെ കൂടെ പ്രത്യക്ഷമായി തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു. എന്തായാലും പാകിസ്ഥാനിൽ വരും മണിക്കൂറുകളിൽ പ്രധാനപ്പെട്ട സംഭവ പരമ്പരകൾ തന്നെ അരങ്ങേറുമെന്ന് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.